അമ്മ ഏത് കളർ ഫുഡാണ് കഴിക്കുന്നത്? 24 hours ഞാൻ നോക്കാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന പെരട്ടമ്പിളാണ്. അത് ഇഷ്ടമല്ലാത്തവരുണ്ട്, എനിക്കിഷ്ടമാണ്. സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഒത്തിരി ഹാപ്പിനെസ്സോടുകൂടിയാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. കുറേ കാലമായി ഒരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പം ലാസ്റ്റ് ടൈം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ ഐ എം വെരി ഹാപ്പി. ഈ ഇയറാണ് ഞാൻ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോർട്സ് ആണെന്നുണ്ടെങ്കിലും വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതുകൊണ്ട് ചെറുതായിട്ടൊരു മോട്ടിവേഷൻ ആയി എന്ന് പറയാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കമ്മിങ് ഇയറിൽ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലോങ് വീഡിയോസും കൂടെ ചെയ്യണമെന്നാണ്. ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ള രീതിയിൽ ഇന്ന് ഞാൻ വെറൈറ്റി എന്ന് വെച്ചാൽ ഒത്തിരി വ്ളോഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 24 hours ഞാൻ ഓൺലി 1 കളർ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അമ്മ ഏത് കളർ ഫുഡാണ് കഴിക്കുന്നത്? അതെന്താ പിങ്ക് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിവേസ് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്മൂത്തി പ്രിപ്പയർ ചെയ്യാം. കാരണം കുറച്ച് ഫ്രോസൺ സ്ട്രോബെറീസ് ഇരിക്കുന്നുണ്ട്. അറിയില്ല കേട്ടോ 24 hours ഞാൻ നോക്കാം എനിക്ക് ചെയ്യാൻ പറ്റുന്നു. കാരണം പിങ്കിൽ ഭയങ്കര ഓപ്ഷൻസ് കുറവാണ്. ആൻഡ് ഓൾസോ അതിനുള്ള സാധനങ്ങൾ എനിക്കില്ല. നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്തായാലും ഒന്നൊരു പിങ്ക് ഡേ അല്ലേ, പിങ്ക് കളർ ഡ്രസ്സ് കൂടെയാണെന്ന് വെച്ചാൽ ആകെയുള്ള ഒരു പിങ്ക് ഡ്രസ്സാണ് അതിട്ട്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് കുറച്ച് ഗ്രീക്ക് യോഗട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു പിങ്ക് കളർ ആവുമല്ലോ. അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇച്ചിരി പ്രോട്ടീനും കിട്ടി. അപ്പോൾ നമുക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. സോ അപ്പം ഗ്രീക്ക് യോഗട്ട് ഉണ്ട്. ഇത് ഫ്രോസൺ സ്ട്രോബെറിയാണ്. അതായത് ഓഫറിനുള്ള സമയത്ത് ഞാൻ മേടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ടിഷ്യൂവിൽ പൊതിഞ്ഞ് ഫ്രീസ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, കുറച്ച് നട്ട്സ് ഉണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സ്ട്രോബെറി ക്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് യോഗട്ട് ആഡ് ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഞാനത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമാവുമോ എന്നുള്ള അറിയില്ല. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. സ്ട്രോബെറി നമുക്ക് ഫുൾ എടുക്കാം. നല്ലതല്ലേ? സ്ട്രോബെറി ഈസ് ഗുഡ്, നൈസ്. നല്ല പൊളി. ഇതിങ്ങനെ തന്നെയാണോ കഴിക്കുക? കുറച്ച് ഹണി ഒഴിക്കാം, അല്ലെങ്കിൽ ശരിയാവൂല. ഭയങ്കര പൊളി. ഇതിങ്ങനെ കഴിക്കുന്നത് പൈൻ സീഡ്, പംകിൻ. എനിക്ക് ഈ വാൾനട്ട് ഇഷ്ടമല്ല. സോ കുറച്ച്. സോ നമുക്ക് കഴിക്കാം. കാണിച്ചതേ. ദിസ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. നോട്ട് ഗുഡ്. അപ്പോൾ ആകെ 1000 സബ്സ്ക്രൈബേഴ്സ് എനിക്കിപ്പോൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എനിക്ക് തന്ന ലവിന് നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഐ വാസ് പ്ലാനിങ് ഒരു ഗിവ് അവേ ചെയ്യാമെന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഞാനൊരു ചെറിയ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പറയുന്നത്. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കട്ടെ. ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്ന ലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് സാധാണ്. അത് ശരിക്കും അതിൻ്റെ വേ ഓഫ് മേക്കിംഗ് അങ്ങനെയാണോ എന്ന് അറിയില്ല. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതായത് നമ്മൾ നോർമൽ കേർഡ് സാധം ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിൽ കുറച്ച് ഓൾറെഡി ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് ആ ഒരു ഷെയ്ഡ് വരുമല്ലോ, കാരണം കേർഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാണെന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റി ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അത്ര ഹാപ്പി അല്ല ഗൈസ്. ഓക്കെ, സോ ലഞ്ച് എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കണം. തൈരും ചോറും നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു. ഇനി ഇതിൽ മെയിൻ ടേസ്റ്റ് വരെ നമ്മളിങ്ങനെ പെരട്ടുമ്പോഴാണ്. അത് ഇഷ്ടമല്ലാത്തവരുണ്ട്, എനിക്കിഷ്ടമാണ്. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇടുവാണ്. കൈ നന്നായിട്ട് വാഷ് ചെയ്യാം. അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് എടുക്കണം. നല്ല പിങ്ക് കളർ. ഓക്കെ, ഇനി നമുക്കിതിൽ വറുത്തിടാം. പരിപ്പ്, ഉഴുന്ന്, കാഷ്യൂ, മുളക്, കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഇതിടാം. പിന്നെ ഞാൻ തൈര് സാധം ഉണ്ടാക്കുമ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയാം, ഞാൻ നെയ്യിലാണ് വറുത്തിടുന്നത്. നമ്മുടെ ബീട്രൂട്ട് സാധനം എങ്ങനെ ഉണ്ട് നോക്കാം. ഇതിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അടിപൊളി. സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടില്. അപ്പം
അപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. സോ ഞാനത് എടുത്തു, കുറച്ച് ആദിക്ക് കൊടുത്തു. Say hi. അപ്പൊ നമ്മളത് കഴിക്കട്ടെ കേട്ടോ. ഞാൻ ഡിന്നറിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും, കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കാരണം ഈവനിങ്ങിൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല, അപ്പൊ നല്ല തലവേദന എടുക്കാം. അപ്പൊ എല്ലാം കൂടെ വരുമ്പം ഐ പ്രിഫർ ഒരു കാരമൽ ദോശ. ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. കുറച്ച് കാലമായിട്ട് ഞാൻ ഷുഗറൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കട്ടിങ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അല്ല, എന്നാലും പൊതുവെ ഞാൻ യൂസ് ചെയ്യുന്നതിനൊക്കെ കുറച്ചിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് ഒത്തിരി ക്രേവിങ്സ് വരുമ്പോൾ ഞാൻ കഴിക്കുന്നതാണ് കാരമൽ ദോശ. ആക്ച്വലി ബിഗ് ബോസിൻ്റെ ടൈമിൽ എങ്ങാണ്ട് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമല്ല. ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നല്ല നെയ്യൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാത്തവർ മസ്റ്റ് ട്രൈ ആണ്. ദോശ എന്ന് പറയുമ്പോൾ വൈറ്റ് അല്ല, പിങ്ക് ബാറ്റർ. ഞാൻ കുറച്ച് ജ്യൂസൊക്കെ ആഡ് ചെയ്തിട്ട് പിങ്ക് കളറാക്കി വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഷുഗർ ഇട്ടോ, മുരിഞ്ഞ് അപ്പൊ നമ്മൾ ഫ്ലിപ്പ് ചെയ്യും. ഓക്കെ, ഡിന്നർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല പിങ്ക് കാരമൽ ദോശ ആൻഡ് റോസ് മിൽക്ക് ആണിത്. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് റോസ് സിറപ്പ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ടു. അപ്പം അതിൽ കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, റോസ് മിൽക്ക് ഉണ്ടാക്കി. സോ ലെറ്റ് മീ ഹാവ് ദിസ്. സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ ഡിന്നർ ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. അപ്പോൾ രാവിലെ എണീറ്റ് നാളെ ഫ്രഷ് ആയിട്ട് ഐ നീഡ് ടു ഹാവ് എ ടീ. അപ്പോൾ എന്തായാലും നമുക്ക് പിങ്ക് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. ഓൾസോ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മുടെ ഗിവ് അവേ അപ്ഡേറ്റ് വരുന്നത്. സോ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കാരണം എന്നാലാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഗിവ് അവേയുടെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് നെക്സ്റ്റ് ഏത് കളർ ഫുഡ് ചാലഞ്ച് ഞാൻ ചെയ്യണം എന്നുള്ളത്. സോ ബൈ.